ഇന്നൊന്ന് പുറത്ത് പോയി തിരിച്ച് റൂമിലെത്തിയപ്പോഴേക്കും നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായേ. രാവിലെ തൊട്ട് ഇടിയും മിന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മഴക്കാറില്ലാത്തത് കൊണ്ട് മഴ പെയ്യുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇവിടെ ഞാൻ വന്നിട്ട് ലോങ് ടൈമിന് ഒരു മഴ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്. അങ്ങനെ ഞാൻ കുറച്ച് നേരത്തിന് മഴയൊക്കെ വിൻഡോ സൈഡിൽ നിന്ന് എൻജോയ് ചെയ്തു. പിന്നെ നല്ല മൂഡായതുകൊണ്ട് ഒരു കോഫി ഇട്ട് കുടിക്കാമെന്ന് കരുതി. ഞാൻ പൊതുവേ ചായ അല്ലെങ്കിൽ വേറൊന്നും കുടിക്കാറൊന്നുമില്ല. അപ്പോൾ കോഫിയാണ് എൻ്റെ വല്ലപ്പോഴും ഉള്ളൊരു ഗോ ടു ഡ്രിങ്ക് എന്ന് പറയുന്നത് ഉണ്ടായിരുന്നത്. ഇവിടെ വന്നിട്ട് എനിക്കിപ്പോൾ കോഫി കുടിക്കുന്നത് ഒരു ഹാബിറ്റായി മാറിയിട്ടുണ്ട്. അങ്ങനെ മഴയൊക്കെ പോയി ഇപ്പോൾ ഇതാ സൺസെറ്റിൻ്റെ ഒരു ടൈമായി. അപ്പോൾ എൻ്റെ ഒരു സൺ കിസ്ഡ് വ്യൂ ആണ് ഇത്. ആൻഡ് ഇവിടെ ഇപ്പോൾ സൺസെറ്റൊക്കെ ഭയങ്കര ലേറ്റ് നൈറ്റാണ് ആവുന്നത്. ഒരു 9 ആകുമ്പോഴാണ് കേട്ടോ ആവുക രാത്രി. അങ്ങനെ ഞാൻ റൂമിൽ ചെന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഡിന്നർ പ്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് പ്രിപ്പറേഷൻസ് ഇല്ല. കാരണം ഓൾറെഡി തലേന്നത്തെ ചോറും കറിയും ബാക്കിയുണ്ടായിരുന്നു. ഒരു എഗ്ഗ് ഫ്രൈ ചെയ്തിട്ടുണ്ടായി. ഇതെൻ്റെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. ക്യാബേജ് കൂട്ടാണ് കേട്ടോ. അപ്പോൾ ക്യാബേജ് കൂട്ട്, ചോറ് ആൻഡ് മുട്ട ഫ്രൈ ആണ്. അപ്പോൾ ഈ ക്യാബേജ് കൂട്ട് കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണോ എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒന്നും വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഇല്ലാത്തൊരു സാധനമാണ്. എൻ്റെ അമ്മ ഉണ്ടാക്കി മാത്രമേ ഞാൻ ഇതുവരെ അത് കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അവിടെ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണം. കാരണം എനിക്കത് അറിയാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ എന്തെങ്കിലും മധുരം കഴിക്കാനുള്ള ഒരു മൂഡായിരുന്നേ. എൻ്റെ നല്ല കാലത്തിന് ഒന്നും ഇരിപ്പില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഫൈനലി ഈ ഒരു വേഫറിൽ എത്തി നിന്നു. അപ്പോൾ ഞാൻ അതും കഴിച്ചു. എന്തായാലും ഇന്നത്തേക്കുള്ള എല്ലാം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. മൈ ടമി ഈസ് ഫുൾ ആൻഡ് ബൈ ബൈ.